പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോൾ ആരുടെ കൂടെയാണ്? യോസഫിൻ്റെ കൂടെ. നെയ്ലിൻ്റെ മകനാം ഫറവോന്റെ ദൈവം യോസേഫ് എഴുന്നള്ളുന്നേ. നെയ്ലിൻ്റെ മകനാം ഫറവോന്റെ ദൈവം യോസേഫ് എഴുന്നള്ളുന്നേ. മിസ്രൈമീനൊക്കെ ഭോജനദാതാവ യേശുവിൻ നിസ്തുൽ നിഴലായി. മിസ്രൈമീനൊക്കെ ഭോജനദാതാവ യേശുവിൻ നിസ്തുൽ നിഴലായി. നെയ്ലിൻ്റെ മകനാം ഫറവോന്റെ ദൈവം യോസേഫ് എഴുന്നള്ളുന്നേ. നെയ്ലിൻ്റെ മകനാം ഫറവോന്റെ ദൈവം യോസേഫ് എഴുന്നള്ളുന്നേ. ഒറ്റപ്പെടലിൻ ഭീതിയിൽ നിന്നും ഉന്നതാധികാരിയാക്കി. ഒറ്റപ്പെടലിൻ ഭീതിയിൽ നിന്നും ഉന്നതാധികാരിയാക്കി. കുടുംബത്തെ നൽകി, തലമുറ നൽകി, എന്നും വഴി നടത്തും. കുടുംബത്തെ നൽകി, തലമുറ നൽകി, എന്നും വഴി നടത്തും. നെയ്ലിൻ്റെ മകനാം ഫറവോന്റെ ദൈവം യോസേഫ് എഴുന്നള്ളുന്നേ. നെയ്ലിൻ്റെ മകനാം ഫറവോന്റെ ദൈവം യോസേഫ് എഴുന്നള്ളുന്നേ. വാക്യം സങ്കീർത്തനങ്ങൾ 84:11. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. സങ്കീർത്തനങ്ങൾ 84:11. നാം ചിന്തിച്ചു, യോസഫ് ഒരു വലിയ അധികാരത്തിലോട്ട് കടന്നു വരുന്നത് അല്ലേ. ഫറവോൻ യോസഫിനോട് പറയാണ്, ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവും ഉള്ള ഒരുത്തനും ഇല്ല. അതുകൊണ്ട് നീ എൻ്റെ ഗൃഹത്തിന് മേലധികാരിയാകും. നിൻ്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഇതാ, മിസ്രൈം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്ന് ഫറവോൻ യോസഫിനോട് പറഞ്ഞു. എന്നിട്ട് ഫറവോൻ എന്ത് ചെയ്തു? തൻ്റെ കയ്യിൽ നിന്ന് മോതിരം ഊരി യോസഫിൻ്റെ കൈ കെട്ടു. യോസഫിനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ച് ഒരു സ്വർണ്ണ സരപ്പുടിയും അവൻ്റെ കഴുത്തിലിട്ടു. എന്നിട്ട് തൻ്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവീൻ എന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിപ്പിച്ചു. ഇങ്ങനെ മിസ്രൈം ദേശത്തിനൊക്കെയും നമ്മൾ യോസഫിനെ മേലധികാരിയാക്കി വെച്ചു. ഫറവോൻ പറഞ്ഞു, ഞാൻ ഫറവോനാകുന്നു, എന്നാൽ നിന്റെ കൽപ്പന കൂടാതെ ഈ ദേശത്തെങ്ങും യാതൊരുത്തിനും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു. നമ്മുടെ യോസഫിന് ഫറവോൻ നല്ലൊരു പേരൊക്കെ കൊടുത്തു, സാപ്നത്ത് പനേഹ്. അതിനുശേഷം ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകൾ ആസ്നത്തിനെ അവന് ഭാര്യയായിട്ട് കൊടുക്കുന്നു. പിന്നെ യോസഫ് നമുക്ക് കാണുന്നത് മിസ്രൈം ദേശത്തൊക്കെ സഞ്ചരിക്കുന്ന യോസഫിനാണ്. വീണ്ടും സഞ്ചരിക്കുന്ന യോസഫിനെ നാം കാണുന്നു. ആ ദേശം മൊത്തം ചുറ്റി കാണുകയാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാണ്. കൂടെ ആരുണ്ട്? വലിയവനായ ദൈവം. അങ്ങനെ യോസഫ് മിസ്രൈം രാജ്യത്ത് ഫറവോൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ 30 വയസ്സ് നമ്മുടെ യോസഫിനുണ്ടായിരുന്നു.
അങ്ങനെ യോസഫ് ആ ഒരു ഫറവോൻ സ്വപ്നം കണ്ടതുപോലെ 7 വർഷത്തെ അസുഭിക്ഷമായ ആ കാലഘട്ടത്തിലേക്ക് കടന്നു വരികയാണ്. ദേശം സമൃദ്ധിയായിട്ട് വിളഞ്ഞു. മിസ്രൈം ദേശത്തെ സുഭിക്ഷതയുടെ 7 വർഷത്തിൽ ആ ധാന്യമൊക്കെയും ശേഖരിച്ച് പട്ടണങ്ങളിൽ സൂക്ഷിച്ചു വെച്ചതായിട്ട് കാണുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ യോസഫിന് ഒരു ആദ്യ ജാതൻ ജനിക്കുകയാണ്. അപ്പം എൻ്റെ സകല കഷ്ടതകളും എൻ്റെ പിതൃഭവനത്തെയും ഒക്കെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് ആ മകന് മനശ്ശെ എന്ന് പേരിട്ടു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു പുത്രനുണ്ടായി. എൻ്റെ സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ മകന് എഫ്രൈം എന്ന് പേരിട്ടു. ഇങ്ങനെ സുഭിക്ഷതയുടെ കാലത്ത് യോസഫിന് കുടുംബവും തലമുറകളൊക്കെയും ഉണ്ടായി. God bless you.